കണ്ണൂർ കൂത്തുപറമ്പിലെ നിർമ്മാണ തൊഴിലാളിയായ രമേശൻ കൈതേരി എഴുത്തിന്റെ വഴിയിലും സജീവമാണ്. രമേശിന്റെ തൂലികയിൽ വിരിഞ്ഞത് ചരിത്ര നോവലുകൾ ഉൾപ്പെടെ 4 പുസ്തകങ്ങളാണ്. പഴശ്ശിരാജയും കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ ഉൾപ്പെടെയുള്ള പഴശ്ശി സമര ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന പെരുമയാർന്നൊരു ദേശചരിതമാണ് രമേശൻ കൈതേരി ആദ്യമായി എഴുതിയ ചരിത്ര പുസ്തകം. ഇതിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. തുടർന്നാണ് കളരിപ്പയറ്റിന്റെ വീരസ്മരണകൾ വടക്കൻ പാട്ടിൽ പാടിപ്പുകഴ്ത്തുന്ന ധീരയോദ്ധാവ് തച്ചോളിയോധനന്റെ ജീവിതകഥ പറയുന്ന നോവൽ രചിച്ചത്. മറന്നുവെച്ച പുഞ്ചുരുക എന്ന ഈ നോവലിൽ കതിരൂർ ഗുരുക്കളും തച്ചോളിയോധനും അംഗം വെട്ടിയ പുണ്യതങ്കത്തിന്റെ നേർചരിത്രമാണ് വരച്ചുകാട്ടിയത്. ഓധേനന്റെ ഉപാസനമൂർത്തിയായ വടകരയിലെ ലോകനാർക്കാവ് ദേവി ക്ഷേത്ര പരിസരങ്ങളിലും തച്ചോളി മാണിക്കോത്ത് തറവാട് ക്ഷേത്രത്തിന്റെ ഭാഗമായ വിവിധ സ്ഥലങ്ങളിലും നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. അതോടൊപ്പം കതിരൂർ ഗുരുക്കളുടെ ചരിത്രങ്ങളും അടയാളങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടാണ് മറന്നുവെച്ച പൊഞ്ചുരുക പൂർത്തിയാക്കിയത്. മറ്റുള്ള കാലഘട്ടങ്ങളിലും വടക്കൻ പാട്ടുകളിലെല്ലാം കതിരൂർ ഗുരുക്കൾ ഒരു കഥാപാത്രം, ഒരു വില്ലൻ ക്യാരക്ടറായിട്ടും ആണ്. പക്ഷേങ്കിൽ ഒരു പണിക്ക സമുദായക്കാരനായ കതിരൂർ ഗുരുക്കള പ്രമാണിത്വമുള്ള തച്ചോളിയോധനും തമ്മിലുള്ള ഒരു വൈകാരികമായിട്ടുള്ള ചില ഇതുണ്ട്. പിന്നീട് രചിച്ചവയാണ് ഈരവേശിപ്പുഴ, ബാവലി തീർത്ത സൗപർണികാമൃതം എന്ന പുസ്തകവും. നിർമ്മാണ മേഖലയിലെ ജോലിക്ക് ശേഷം കിട്ടുന്ന ഇടവേളകളിലാണ് തന്റെ തൂലികകൾ കഥകൾ രചിക്കുന്നത്. ബാവലി തീർത്ത സൗപർണികാമൃതം തിരക്കഥ എഴുതി സിനിമയാക്കാനുള്ള ഒരുക്കത്തിലാണ് 57-കാരനായ രമേശൻ കൈതേരി. പ്രഭാഷകനും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ VK സുരേഷ് ബാബുവാണ് പുസ്തകത്തിന് അവതാരിക എഴുതിയത്. ദിവസങ്ങൾക്ക് മുമ്പ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവ സന്നിധിയിൽ വെച്ചാണ് പുസ്തകത്തിന്റെ പ്രകാശനവും നടത്തിയത്. ഇനി അടുത്ത നോവൽ എഴുതാനുള്ള പണിപ്പുരയിലാണ് രമേശൻ കൈതേരി. എഴുത്തിന്റെ വഴിയിൽ പിന്തുണയുമായി ഭാര്യ ഷീനയും മക്കളായ അനുശ്രീ, അഭിജിത്ത് എന്നിവരുമുണ്ട്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.